ഇല്ല ഈ കൊല്ലം കിടക്കുക എന്നിട്ട് തിരിഞ്ഞു പോകുന്നില്ലേ കഷ്ടം. മുരളിപ്പോ നോക്കാറില്ല, മുരളി പോകുന്നത് നോക്കാറില്ല. മുരളി പോന്നിട്ട് ഇരിക്കാതെ കഷ്ടം. ആരും കണ്ടൂടെ. ഈ വീഡിയോ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചല്ലോ. ഇതാണ് ഇവന്റെ അമ്മ സ്നേഹം. അവന്റെ അമ്മയാണിത് അവിടെ കിടക്കുന്ന. ഇപ്പൊ ഒരാൾ ചെന്ന വീഡിയോ എടുത്ത ആ സമയത്ത്, ഓക്കെ, ഇതാണ് അവന്റെ അമ്മ സ്നേഹം. ആ അമ്മ ആ ബെഡിൽ കിടന്നിട്ട് രണ്ടും ഒന്നും അല്ല അവിടെ തന്നെയാണ് സാധിക്കുന്നത്. അവൻ 7 മാസമായിട്ട് അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. ആര്? ഈ മുരളി ജയൻ എന്ന് പറഞ്ഞ അൽപ്രമുഖൻ മുരളീധരൻ. മനസ്സിലായി? ഇവന്റെ ഫേക്ക് ഫേസ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇവൻ ഫ്രോഡാണ്. ഇവൻ്റെ അമ്മയെ വെച്ചിട്ട് കുറേ റീച്ച് ഉണ്ടാക്കി. അവരായ സമയത്ത് അവരച്ഛനെ മാറ്റിപ്പറപ്പിച്ച് വീഡിയോ എടുപ്പിച്ച് ജയൻ സാറിൻ്റെ ഫാമിലി എത്രമാത്രം ഇൻസൾട്ട് ചെയ്യുക, അമ്മാതിരി ഇൻസൾട്ട് ചെയ്ത് ഇവൻ സോമൻ നായരുടെ മകനാണെന്നവൻ അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറല്ല. ഇനിയെങ്കിലും നിന്റെ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്തോ. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാരും അങ്ങനെ കണ്ടിട്ടില്ല. നേരത്തെ എടുത്ത ബൈറ്റ്സ് ആണ് ഇവർ അമ്മയൊക്കെ മരിക്കുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവന്റെ അമ്മ സ്നേഹവും കാര്യങ്ങളും. അമ്മയെ വെച്ചിട്ട് കുറെ അരി വറക്കലും മെഴുകലൊക്കെ കാണിച്ചത്. മനസ്സിലായി? അമ്മയെ പോലും തിരിഞ്ഞു നോക്കാത്തവനാണ്. എന്നിട്ടാണ് ഇപ്പൊ ഈ വന്നിരുന്ന് സംസാരിക്കുന്നത്. അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മ കാണിച്ചു തരുന്നവനാണ് അച്ഛൻ. ഇവന് എന്തോ മാനസിക രോഗമുണ്ട്. ഇവനെ ഓൾറെഡി അമ്മച്ചി വീടെന്ന് പറഞ്ഞ കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ ഇവൻ മെന്റലി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അവിടെ ഇവൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇവൻ എന്തോ പ്രശ്നമുണ്ട്, അസുഖങ്ങളൊക്കെ ഉണ്ട്. അവിടെ മെന്റൽ ആശുപത്രി അറിയാമല്ലോ, അമ്മച്ചി വീട്. അപ്പം ഇവന്റെ ഒരു ഹിസ്റ്ററി ഇതാണ്. അപ്പം ഇനിയെങ്കിലും നീ ആ ജയൻ സാറിന്റെ ഫാമിലി ഒന്ന് വെറുതെ വിട്. നീ ഒന്നെങ്കിൽ സോമൻ നായർ മകനാന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ അതല്ലാതെ ചുമ്മാതെ വെറുതെ ഇരുന്നിട്ട് ഒരു ഫാമിലി മൊത്തം എമ്മാതിരി നീ ഇൻസൾട്ട് ചെയ്യാൻ 10-25 കൊല്ലമായിട്ട് അത് സ്വന്തം അമ്മയെ പോലും നോക്കാത്തവനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. അമ്മയുടെ തേങ്ങയാണ്, മാങ്ങയാണ്, ചേനയാണ്, ചക്കയാണ്. അമ്മയെ കുറിച്ച് കുറെ വീഡിയോസ് അവരായ സമയത്ത് നല്ല വീഡിയോസ് എല്ലാം അതിലെത്തുണ്ട്. ഈ വീഡിയോ അവർ കണ്ടിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ജനങ്ങൾ. ഇതാണ് മുരളി ജയന്റെ ഫേക്ക് ഫേസ്. ഇനിയെങ്കിലും ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഫാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇവൻ ജയൻ സാറിന്റെ നെയിം സ്പോയിൽ ചെയ്ത് ഒരു ഫാമിലിയുടെ മൊത്തം ഇൻസൾട്ട് ചെയ്ത് നടക്കുന്നവനാണ്. നാറിയാണ്. ഫേക്ക് തന്നെ, പക്ക ഫേക്ക്. ഇനിയെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ബിക്കോസ് ഈ മുരളി ജയൻ എന്ന് പറഞ്ഞ അൽപ്രമുഖന്റെ ഫേസ് 10 പേര് അറിയട്ടെ. സ്വന്തം അമ്മയെ പോലും നോക്കാതെ 6-7 മാസമായിട്ട് അവര് മലവും മൂത്രവും എല്ലാം അവിടെ തന്നെ സാധിക്കുന്ന അമ്മ മരിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഇവൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല 6-7 മാസം. എന്നിട്ടാണ് ഇവൻ അമ്മ സ്നേഹവും തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നടന്ന് വീഡിയോസ് എടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്നത്. ഇനിയെങ്കിലും നീ സ്റ്റോപ്പ് ചെയ്തോളൂ. നിനക്ക് DNA ടെസ്റ്റ് പോസിബിലിറ്റി അല്ലെന്ന് നിനക്കറിയാം. നീ സോമൻ നായർ മകനാന്ന് നിനക്ക് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറല്ല. നീ ആ സമയത്തുള്ള ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പല എപ്പിസോഡ്സും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് ഞാൻ ഫോക്കസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ വന്നത്. ബിക്കോസ് ഈ നല്ലൊരു എവിഡൻസ് കിട്ടണ്ടേ. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്, ഒരു അമ്മ മരിക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ്. മനസ്സിലായോ? ഇവൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇനിയെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും ഇവനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ മാറിക്കോളൂ. ഇവൻ ഫേക്ക് ഫേസ് ആണ്. നിങ്ങളെ വെച്ച് വെറുതെ റീച്ച് ഉണ്ടാക്കിയിട്ട് ഇവൻ ജയന്റെ ഫ്രെയിമാണ് താല്പര്യം. ഇവൻ എന്തോ പ്രശ്നമുണ്ട്, സൈക്കോ ആണ്. മനസ്സിലായോ? സ്വന്തം അമ്മേനെ ഉറപ്പായിട്ടും അത് മാറ്റി പറയിപ്പിച്ച് വീഡിയോ എടുത്ത് തന്നെ യൂട്യൂബിൽ ഇട്ടാണ്. ഈ ഒരു അവസ്ഥയെ പോലും തിരിഞ്ഞു നോക്കാത്ത ഇവനെ എന്ത് തേങ്ങയാണ്, അമ്മ സ്നേഹം തേങ്ങ മാങ്ങിയെന്നൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. ഇനിയെങ്കിലും പ്ലീസ് നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ പേജും കൊണ്ട് ഫോളോ ചെയ്യുക. ഇനിയൊരു എവിഡൻസ് കിട്ടും. നിനക്കെതിരെ ഇനി എത്ര എവിഡൻസ് കിട്ടും? മോർ വീഡിയോ ഞാൻ ചെയ്ത്. ഞാനിതൊരു ഒരാളുടെ 5 പൈസ പലരും പറഞ്ഞു നീ എത്ര ക്യാഷ് കിട്ടി, നീ മറ്റവരിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ, ലക്ഷ്മിയുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ, നീ ആദിത്യൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരാളുടെ 5 പൈസയും വേണ്ട. ഞാൻ പ്രവാസിയാണ്, അധ്വാനിച്ച് തന്നെയാണ് ഇത് ജീവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജയൻ സാറിന് ജസ്റ്റിസ് കിട്ടണം, നീതി കിട്ടണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ 3 എപ്പിസോഡ് ഈ ജയൻ സാറിന് വേണ്ടിയിട്ട് സംസാരിച്ചത്. അല്ല അവരുടെ ഫാമിലി ഒന്നും എനിക്ക് കനിപ്പിച്ചൊന്നും തരാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തതല്ല. ഞാൻ ജയൻ സാറിന്റെ ഫാൻസും എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആദ്യത്തെ 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ, ബ്രോ ഇതുപോലെ ഫൈറ്റ് ചെയ്യണം, മുന്നോട്ട് ചെയ്യണം വീഡിയോസ് ഇവനെതിരെ. ഓക്കെ, ഞാനത് ചെയ്തു തുടങ്ങി. അത് സത്യത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്, ഒരുപാട് തെളിവുകൾ ഇവനെതിരെ, ഇനിയും ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ പതുക്കെ ഇനി അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യാം. മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ആണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇവന് മോർ എവിഡൻസ് ഉണ്ട്. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ആൻഡ് വീഡിയോ ഷെയർ ആക്കുക. എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക. ഓക്കെ.
അച്ഛ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. മോനെ കീലേരി അച്ചു. എവിടെ എവിടെ എവിടെ? എടാ പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങിപ്പാടായപ്പാ. നിക്കവിടെ. ഓടിക്കോ ഓടിക്കോ, കീലേരി കീലേരി. നീ എത്ര ഈ മനുഷ്യന്റെ സിനിമ കണ്ടു സുന്ദരനാ. എല്ലാ വെള്ളിയാഴ്ചയും അമ്മ അച്ഛന്റെ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ എന്നെ കൊണ്ട് കാണിക്കും. അത്രയും സുന്ദര ഒരു മനുഷ്യനെ കരിക്കട്ട പോലെ കറുത്ത് ആ കണ്ണെല്ലാം കൂടി ഇങ്ങനെ തള്ളി ഞാൻ ഇങ്ങനെ കുറച്ച് നേരം കണ്ടു. കുറെ നേരം കഴിയുമ്പോഴും ഞാനിങ്ങനെ ആശുപത്രി പറന്നാ മതി. ആരണ്ട എന്നെ പൊക്കി എടുക്കും ഒറ്റ കയറ്. ഇത്രയും പറയാതെടാ പറയാ ഓ നീ ഒരു നേരം വിളിത്തിട്ടില്ല. ഈ മയിലുകളൊക്കെ ഉള്ള ഏത് ലോകത്ത് കിടക്കും. ഇത്രയും പറയാതെടാ പറയാ ഓ നീ ഒരു നേരം വിളിത്തിട്ടില്ല. ഈ മയിലുകളൊക്കെ ഉള്ള ഏത് ലോകത്ത് കിടക്കും. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം എന്നെ ഉണർത്തി. നിങ്ങൾക്കില്ലാത്ത ടൈഫോയിഡ്. ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്താ എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. എനിക്ക് ഇങ്ങനത്തൊരു ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ, 3-ാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ.